ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മുത്ത് മോമിനീങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് അയക്കാവുന്ന വീഡിയോ നാളെ രാവിലെ കാലത്ത് 2 റക്അത്ത് തഹജ്ജുദ് നീച്ച് നമസ്കരിച്ചതിന് ശേഷം ചൊല്ലാവുന്ന ദിക്റുകളെയാണ് ഞാൻ വിടുന്നത്. ഇത് നമ്മളെ വീട്ടിലൊരു ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീടുകളിൽ ഇന്ന് ആരെ വീടുകളിലും ഐക്യം വളരെ കുറവാണ്. ഈ മക്കൾക്ക് എന്ത് പറഞ്ഞാലും ബാപ്പമാരതിന് സമ്മതിക്കുന്നില്ല. അവർ നമ്മളെ ഉമ്മമാരോടാണ് അവരെ കാര്യങ്ങളൊക്കെ പറയുക. ആ സമയത്ത് ഈ വീട്ടിലെ ബാപ്പമാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ല. ഉമ്മയും ബാപ്പയും എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഒരു ഐക്യമില്ലാത്ത ജീവിതമാണ്. ഒരുപാട് സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മളെ ജീവിതം. ആദ്യമൊക്കെ ഉമ്മയും ബാപ്പയൊക്കെ ഭയങ്കര ഒരുമയിൽ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ഉമ്മ എന്ത് പറഞ്ഞാലും ബാപ്പാക്ക് കുറ്റമാണ്, ബാപ്പ എന്ത് ചെയ്താലും ഉമ്മാക്കും കുറ്റം. അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനീങ്ങൾ, മനപ്രയാസത്തോടു കൂടി വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാവാം. ഒരുപാട് സഹോദരിമാർക്ക് ഈ വിഷമം വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നാളെ ചൊവ്വാഴ്ച രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക. എന്നും എൻ്റെ മുത്ത് മോമിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 4 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റബ്ബിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടും. അത് ഉറപ്പാണ്. 4 മണിക്ക് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ആ പായയിലിരുന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി വസഹ്ബിഹി വസല്ലം എന്ന് 1001 പ്രാവശ്യം ചൊല്ലുക. അത് റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ അടിമകളാണ് നമ്മളൊക്കെ. നമ്മളിലേക്കൊരു സുഖസുന്ദരമായ ഒരു മാറ്റം നമ്മളിലേക്ക് നമ്മൾ റബ്ബ് തരും. അപ്പം അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവാം. അവരൊക്കെ ഈ ഒരു ദിക്റിനെ ചൊല്ലിയതിന് ശേഷം 2 കൈയും നീട്ടി റബ്ബിനോട് നമ്മുടെ കാര്യം എന്താണോ, ഏത് രീതിയിലാണോ നമ്മളെ വീട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് വേദിച്ച് മടങ്ങുക. അതിനവസരം അന്ന് കിട്ടിയില്ലെങ്കിലും 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളിലേക്ക് അതിനുത്തരം കിട്ടും. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനീങ്ങളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതിന് പറ്റാത്തൊരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. എന്നാൽ തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം സുബഹിയുടെ സുന്നത്തൊക്കെ നമസ്കരിച്ച് ഈ സ്വലാത്ത് 1001 പ്രാവശ്യം ചെല്ലണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതിനപ്പം സമയം കിട്ടിയില്ലെങ്കിൽ തുടക്കം കുറിച്ച് ബാക്കി കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട്, രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എത്ര സമയം ബാക്കിയുണ്ട്, 24 മണിക്കൂറിൽ 1 മണിക്കൂർ മതി ഈ ഒരു സ്വലാത്തിനെ അധികരിപ്പിക്കാൻ. എൻ്റെ മുത്ത് മോമിനീങ്ങൾ, ഒരാളും ഇത് കേൾക്കുന്ന ഒരു വ്യക്തികളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് വീടുകളിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ സ്വലാത്തിന് 1001 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആകെ 7 ദിവസമല്ലേ, ആ 7 ദിവസത്തിൽ ഓരോ ദിക്ർ 1001 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമ്മളിൽ കൊണ്ടുവരാൻ കഴിയും. അത് പ്രാവർത്തികമാക്കണം. ഒരു ദിവസം ചൊല്ലി മടുത്ത് നിർത്തിവെച്ച് അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല തഖ്വയോട് കൂടി, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഞാൻ ചൊല്ലുന്ന സ്വലാത്താണ് റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്കാണ്. റസൂലുള്ള നമ്മളെ നോക്കി നിന്ന് നമ്മൾ കൊടുക്കുന്ന ഈ സ്വലാത്തിനെ അധികരിപ്പിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അത് ഉച്ചത്തിൽ നാമത്തിൽ അങ്ങനെ ഉച്ചരിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ചുറ്റും മലായിക്കത്തും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനീങ്ങളോട് ഞാൻ വീണ്ടും പറയാം, ഇതൊന്നും നിസ്സാരമാക്കരുത്. ഒരിക്കലും നീ ഒരു ദിക്റിനെയും നിസ്സാരമാക്കരുത്. ചൊല്ലുന്നത് നമ്മൾ ചെല്ലുന്ന രീതിയിലും ശൈലിയിലും ചെല്ലണം. എന്നിട്ട് നമ്മളിലേക്ക് അപ്പോൾ വീണ്ടും വീണ്ടും അള്ളാഹു ഒരുപാട് അനുഗ്രഹം തരും. അത് ഏതിലൂടെയാണ് നമുക്ക് പറയാൻ കഴിയൂല മക്കളെ. മക്കളാൽ തരും, ഭർത്താവാൽ തരും, അമ്മായിമ്മ, ഒരുപാട് ഭീഷണിപ്പെടുത്തുന്ന അമ്മായിമ്മയും നാത്തൂന്മാരൊക്കെ വീടുകളിലുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ള ആരെയും കൊണ്ടെങ്കിലും നമുക്കൊരു ഇടങ്ങേറുണ്ട് എന്നുണ്ടെങ്കിലും ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്കതൊക്കെ നിസ്സാരമായി പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, മല പോലെ വരുന്ന പ്രശ്നം മഞ്ഞ് പോലെ മാഞ്ഞു പോകുന്നത്. അതിന് നമ്മളൊരു ദിവസം എന്തെങ്കിലും നല്ല തഖ്വയോട് കൂടി ദിക്റിനെയും ഖുർആനിനെയും നമസ്കാരത്തെയൊക്കെ അധികരിപ്പിച്ച് കൊണ്ടേയിരിക്കണം. നമ്മൾ നേരം വെളുത്ത് നമ്മളെ പണിയും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും വീട്ടിലുള്ള പണിയൊക്കെ നമ്മൾ വലിയ ഇതിലെടുക്കും, നല്ല
എടുത്ത് അത് മാത്രം പോരാ, നമ്മൾ ഇതും കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കുക. അൽഹംദുലില്ലാ.